കഴിഞ്ഞ വർഷം നമ്മൾ മഞ്ചരിയെ വെച്ചായിരുന്നു ഒരു സോങ് ചെയ്തത്. മഞ്ചരി എന്ന ഗായിക ആറ്റിൻകരയോരത്ത് തുടങ്ങി ഒരുപാട് പാട്ടുകളിലൂടെ നമുക്ക് പരിചിതയാണ്. വീണ്ടും ലിജോ വടക്കോട്ട് ലിറിക്സ് എഴുതുന്നു, ടിറ്റോടി പുത്തൂർ ഈണം പകരുന്നു, ജെബിൻ ജോസഫ് സംവിധാനം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഒരു ബ്രാൻഡ് വീണ്ടും ഒരു പെരുന്നാൾ സോങ്ങിന് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു. ആ പാട്ടിന്റെ ഓർമ്മകള്, ആ പാട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഉണ്ണിമേനോൻ പാടി വെച്ചപ്പോൾ തന്നെ നമുക്ക് അത്ഭുതങ്ങളുടെ പ്രവാഹം എന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെയും നമ്മളെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഔസേപിതാവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് വരെ ഒക്കെ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കുള്ള കഴിവുകളൊന്നുമല്ല. ഒരു പക്ഷേ ഈ പാട്ട് കുറെ ആൾക്കാരിലേക്ക് എത്തി. കുറെ ആൾക്കാർ എന്നോട് ഈ പാട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടായി. പക്ഷെ ഉണ്ണിമേനോൻ പാടിയ സമയത്ത് അത് മോശമായിട്ടല്ല. അതിന്റെ ഒരു പ്രത്യേകത, ആദ്യത്തെ സോങ് കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു മെലഡിയാണ്. ചില സമയത്ത് മെലഡി ആയിരിക്കും കുറച്ചും കൂടി ഡിവോഷണൽ സോങ് കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. അതില് മഞ്ചരി നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ആള് ചെയ്തത്. ഫസ്റ്റ് കാണുന്ന ഒരു ഹമ്മിങ്, അത് ഭയങ്കരമായിട്ട് ശരിക്ക് തറച്ച് കയറും. ആ സംഭവം ആളുടെ തന്നെ ഒരു സൃഷ്ടിയായിരുന്നു, കോൺട്രിബ്യൂഷൻ ആയിരുന്നു. കാരണം നമുക്കൊരു ചെറിയൊരു വളരെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമ്മുടെ മനസ്സിലാക്കി ആളുടെ ഭാഗത്തുനിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു. പിന്നെ എല്ലാ ഗായകന്മാർക്കുള്ള കഴിവാണ്. നമ്മളൊരു ട്യൂണ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള പല വെർഷൻസ് അവർ പാടി. ഒരു 60% കൊടുത്താൽ മതി, 100 അവരാക്കി തരും. അത് പലതരത്തിൽ അവർ പാടിത്തരും. ഏതാ വേണ്ടേ നമ്മളോട് ചോദിക്കണം, ഇത് മതിയോ, ഇനി ഇതിങ്ങനെ ചേഞ്ച് ആയിട്ടുള്ള ഇത് മതി, ഏത് വേണമെന്ന് ഡിസിഷൻ എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട് വരാം. മഞ്ചരിയുടെ ഒന്നും വോയിസ് കയ്യിൽ നിന്ന് പോവില്ല, ആരുടെ ഇല്ല. അല്ല നമ്മളിപ്പോൾ MG ശ്രീകുമാർ ആയാലും ആരുടെ ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരൊക്കെ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും വലിയൊരു ഇതായിരുന്നു. പിന്നെ അവിടെ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റി. അവർ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത്. അതെ. എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിൽ ഒന്നായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കൈകളിൽ നൽകിടാം കനലിരിയും എൻ ജീവിതം. യാചന കേൾക്കണേ സ്നേഹദാതാ, ഔസേപിതാവേ പുണ്യവാനേ, പുണ്യവാനേ. കനിവാർന്ന കൈകളിൽ